ഒന്നാമത് ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കണം എന്നാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. എപ്പോഴായാലും പോവും, അതും കൂടി ഉണ്ട് ഇത്. അപ്പോൾ റോഡിൻ്റെ മര്യാദകൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം. ആരാ വരുന്നത്? വേറെ ജയരാജ് വാറേ. ആ അറിയാം. അതാ മുന്നേ പോണില്ലേ, അതാണ് ഡ്രൈവിംഗ് സ്കൂളിലത്തെ വണ്ടികൾ. അത് നമ്മുടെ മണ്ണർക്കാട്ടിലൊരു വണ്ടിയാണ്. ഇപ്പോൾ ഞാൻ പറയണത് എന്താ അറിയോ, നമ്മളൊക്കെ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാരെ സമീപിക്കും. ശരിക്ക് ഡ്രൈവിംഗ് സ്കൂളുകാർ ശരിക്കും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നില്ല. ശരിക്കും അതാണ് കാരണം. നമ്മൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ആയി വരുന്നവർക്കൊക്കെ അറിയാണ്ടാവും എന്താണ് ഡ്രൈവിങ്, പിന്നെ റോഡിൻ്റെ മര്യാദകൾ എന്തൊക്കെയാണ്, റോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട്. അത് ചില സമയത്ത് പിന്നെ ആരും ഈ പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളുകാർ കൂടി ചെയ്യാറില്ല കേട്ടോ. അതും കൂടി പറയാം. ചിലപ്പോൾ ഈ പറഞ്ഞ ഞാനും കൂടി ചെയ്യാറില്ല. പക്ഷെ ശരിക്കും അതല്ല ചെയ്യേണ്ടതും പറയേണ്ടതും. അവർ നേരെ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ചില ആൾക്കാരുണ്ട് ലെഫ്റ്റിക്കോ റൈറ്റിക്കോ പോകുമ്പോൾ കാണാം, ലെഫ്റ്റിക്ക് പോകേണ്ട ആൾ കാണാം നേരെ റൈറ്റ് സൈഡ് പോയി എന്നിട്ട് ഇൻഡിക്കേറ്ററിൽ നിൽക്കുന്ന കാണാം. അപ്പോൾ ഇത് തെറ്റാണത്. അത് ശരിക്കും ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ. നിങ്ങൾ ഏത് ഭാഗത്തേക്കാണ് പോണത്, സൈഡിലേക്ക് തിരിയാൻ പോകണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് തന്നെ തിരിഞ്ഞു പോകണമെന്ന് പറയണം. അല്ലാതെ ഇവർ പിന്നെ ഇടതുവശത്തേക്ക് പോകേണ്ട ആൾക്കാർ വലതുവശത്ത് പോയി നിൽക്കുക, വലതുവശത്തേക്ക് തിരിയേണ്ട ആൾക്കാർ ഇടതുവശത്ത് പോയി നിൽക്കുക. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കുറ്റാവും. ഓ ഈ എൻ്റെ പണി നോക്ക്, ഈ എൻ്റെ കാര്യം നോക്ക് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അത് ഡ്രൈവിംഗ് സ്കൂൾ വരെ തെറ്റ് തന്നെയാണ് അത്. പിന്നെ അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം. സീറ്റ് ബെൽറ്റ് ചില ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്കൂളിൽ ഉണ്ടാവില്ല, വണ്ടികളിൽ ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി അവർ പറഞ്ഞു കൊടുക്കണം. സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിക്കുക. ഒന്നാമത് ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കണം എന്നാണ് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബഹുമാനത്തിൽ നിന്നാണ് നമുക്ക് ഗുരു രക്ഷ കിട്ടുന്നത്. ഗുരുവിൻ്റെ എന്താ പറയുക, ഗുരുദക്ഷിണ പറയില്ലേ, അത് കിട്ടുന്നത് ബഹുമാനത്തിൽ നിന്നാണ്. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ സുഹൃത്തുക്കളെ. കാരണം ചെറിയ 2 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ശരി. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാനേ കുറച്ച് കാര്യം പറയാം. അപ്പോൾ ഞാൻ വലിയവനാണോ നിങ്ങൾ വലിയ ആളാണോ എന്നല്ല അതിൻ്റെ അർത്ഥം. കാര്യത്തോട് അടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സ്വഭാവങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുക. അതായത് അണ്ടിയോട് അടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയുമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റോഡിലൂടെ വാഹനം കൊണ്ട് പോകുന്ന ആൾക്കാരാണ്, ഡ്രൈവർമാരാണ്. അപ്പോൾ ഡ്രൈവർമാർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു, സെക്കൻഡുകൾ കൊണ്ട് നമ്മുടെ കേരളത്തിൽ വാഹനങ്ങൾ കൂടി വരികയാണ്. ഒരു സെക്കൻഡിൽ ഏകദേശം 30 വാഹനങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ വാഹനം വാങ്ങിയിട്ട് നമ്മൾ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ വാങ്ങും കുട്ടികൾക്ക്. ആ കുട്ടികൾക്ക് അതെങ്ങനെ ഓടിക്കണം എന്ന് അവർക്കറിയാം. അവർ റോഡുകളിലല്ല വണ്ടി ഓടിക്കില്ല. ശരിക്കും അവർ ഓടിക്കുമ്പോൾ അതിൻ്റേതായ സൗണ്ടും അതിൻ്റേതായ കൃത്യനിഷ്ഠതയോട് കൂടിയിട്ടാണ് കുട്ടികൾ വണ്ടി ഓടിക്കുക, ചെറിയ കളിപ്പാട്ടങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾക്കിപ്പോൾ അത്യാവശ്യം പക്വതയുള്ള ആൾക്കാരാണ്. നമുക്ക് എല്ലാതും തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ട് വളർന്നു വരുമ്പോൾ, ഒരു യുവാവായാലും ഒരു യുവതി ആയാലും. അപ്പോൾ റോഡിലൂടെ നമ്മൾ ചെയ്യേണ്ടത് വാഹനങ്ങൾ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്യാണത്തിന് പോവുകയാണ്, ഇല്ല വേറെ എന്തെങ്കിലും മരണ വീട്ടിലേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് അവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ളൊരു മര്യാദ ഉണ്ട് അവിടെ. ആ മര്യാദ കണ്ടിട്ട് നിങ്ങളെ ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ടാവും. അതേപോലെ നമ്മൾ ഷോപ്പിങ്ങിനും ഇതിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നിയ മാതിരിയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത്. എവിടെ പോയാലും അത് തന്നിഷ്ടമല്ല, അത് അറിവില്ലായ്മയാണ് ശരിക്കും. നേരെ മറിച്ച് നിങ്ങൾ പിന്നെ
വണ്ടിയുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ്, ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മര്യാദക്കാരാണല്ലോ നിങ്ങളെല്ലാവരും, അതും കൂടി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ റോഡിൽ കറുത്ത വര കാണുന്നില്ലേ, അത് എന്താ അറിയോ, സ്പീഡ് പോയിട്ട് രാത്രി സ്പീഡ് പോയിട്ട് ഇവിടെ സൈൻ ബോർഡൊന്നും കൊടുത്തിട്ടില്ല ഈ റോഡിൽ കേട്ടോ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ആണ്, കൊടുത്തു കഴിഞ്ഞാലും കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കാര്യമില്ല. കാരണം പോകേണ്ടവനെന്ന് എപ്പോഴായാലും പോകും, അതും കൂടി ഉണ്ട് ഇത്. അപ്പോൾ റോഡിൻ്റെ മര്യാദകൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമാണ് കേട്ടോ. കാരണം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടക്കരുത്. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കൂടുതലും ഞാൻ കാണുന്നത് എന്താ അറിയോ, കാറ് ഡ്രൈവിങ്, അതേപോലെ ബൈക്കാരൊക്കെയാണ് റോഡിൽ തോന്നിയ മാതിരി മൂട് തിരിച്ചിട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളാവും തെറ്റുകാർ. അവരെ വണ്ടി നിർത്തിയതല്ല പ്രശ്നം ഉണ്ടാവുക, നമ്മൾ തെറ്റുകാരാവും. അപ്പോൾ നമുക്ക് പോകാൻ ഗ്യാപ്പില്ലാത്ത സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചിലപ്പോൾ ഈ ബൈക്കോ കാറൊക്കെ മൂട് തിരിഞ്ഞ് നിൽക്കുന്ന കാണാം. അപ്പോൾ അതൊക്കെ ഒരുപാട് അശ്രദ്ധയാണ്. ശ്രദ്ധിച്ചാൽ മാത്രം നമുക്ക് എല്ലാതൊന്നും തരണം ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കാത്തത് ഇരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്. അതും കൂടി പറയാം. അപ്പോൾ എന്നിപ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് ഓട്ടം കമ്മിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും തോന്നുന്നു, എന്താ അറിയില്ല. എന്തായാലും ഞാൻ പോകുമ്പോൾ പറഞ്ഞത് മാത്രം.